ഹരി, മെസ്സി വരും, അർജന്റീനൻ ടീം വരും എന്ന ശുഭാപ്തി വിശ്വാസം ആവർത്തിച്ച് മന്ത്രി പ്രകടിപ്പിക്കുമ്പോഴും ഈ സ്റ്റേഡിയങ്ങളുടെ ഉൾപ്പെടെ പരിമിതിയെക്കുറിച്ചാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതും പറഞ്ഞതും. മെസ്സി വരും എന്ന് പുറമേക്ക് പറയുമ്പോൾ ആ ഗൗരവത്തിൽ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സ്പോൺസർമാരുടെ ഭാഗത്തു നിന്നോ? അതിനനുസരിച്ച് എന്തെങ്കിലും പ്രവൃത്തികൾ അത് ഫീൽഡിൽ കാണുന്നുണ്ടോ? ഗ്രൗണ്ടുകളിൽ കാണുന്നില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ഗ്രൗണ്ടുകളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണം കൂടി പറയാം. ഇന്നലെ സ്പോൺസറോട് മാധ്യമപ്രവർത്തകർ ഗ്രൗണ്ടിനെ പറ്റി ചോദിക്കുമ്പോൾ സ്പോൺസർ മറുപടിയായി പറയുന്നുണ്ട്, വേണമെങ്കിൽ ഫിഫ നിലവാരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ഞങ്ങൾ തന്നെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഇനിയും പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പറയുന്ന കൊച്ചി സ്റ്റേഡിയത്തിലോ തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്പോർട്സ് ഹബിലോ അവർ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നിലവാരത്തിലുള്ള സ്റ്റേഡിയം ചെയ്യേണ്ടി വരും എന്ന്, അല്ലെങ്കിൽ ചെയ്തു തരാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകേണ്ടതില്ലല്ലോ. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ നേരത്തെ നമ്മുടെ മാധ്യമപ്രവർത്തകൻ രമേശ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു ദിവസം വന്ന് പെട്ടെന്ന് ഇറങ്ങി ഈ ഗ്രൗണ്ടിൽ കളിക്കുകയല്ല ടീം ചെയ്യുന്നത്. അവരുടെ ഒഫീഷ്യൽസൊക്കെ നേരത്തെ വന്ന് ഗ്രൗണ്ടെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് പോയതിന് ശേഷം മാത്രമായിരിക്കും ടീം എത്തുക. അതിലവർ സാറ്റിസ്ഫൈഡ് ആവണം. അങ്ങനെ തൃപ്തരായി ആയാൽ മാത്രമേ ആ ഗ്രൗണ്ടിലേക്ക് ടീമുകൾ എത്തൂ. അപ്പം അങ്ങനെയുള്ള കടമകളൊക്കെ ഇനിയുള്ള ഈ 5 മാസം കൊണ്ട് വരികയാണെങ്കിൽ 5 മാസം കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ടി എസ് ഹരികൃഷ്ണയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.